നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീ സീസൺ ഫ്രണ്ട്ലികൾ പുരോഗമിക്കുകയാണല്ലോ. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിസ്റ്റുകളായ രണ്ട് ടീമുകളും ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കാനിറങ്ങി. രണ്ട് ടീമും പൊട്ടി. PSG തോറ്റത് മയോർക്കയോടാണ്. RCD മയോർക്കയോട് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. ആഴ്സണൽ ആവട്ടെ ബെറ്റിസിനോടാണ് തോറ്റത്. PSG മത്സരത്തിൽ ലുവുംബോ, യാൻ വേർജില്, ആൻ്റോണിയോ റൈലോ എന്നിവരാണ് മയോർക്കയ്ക്ക് വേണ്ടി ഗോളുകൾ അടിച്ചത്. ആദ്യ 11-ൽ PSG പ്രധാന താരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എംബായെ, കിച്ച കവറസ്കേലിയ, ബെറാൽഡോ, അതുപോലെ ബയൂലു, ഇങ്ങനെയുള്ള താരങ്ങൾ ആദ്യ 11-ൽ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാലോ, പ്രീ സീസൺ ഫ്രണ്ട്ലിയാണ്, നിരവധി സബ്സ്റ്റിറ്റ്യൂഷനുകൾ സംഭവിക്കുകയും ചെയ്തു. പാച്ചോ വന്നു, ലൂക്കാസ് ഷെവലിയർ രണ്ടാം പകുതിയിൽ ഗോൾ കീപ്പറായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ട് അദ്ദേഹം പിന്നീട് ഇറങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളുണ്ടായിരുന്നു. ഒരുപാട് താരങ്ങൾ രണ്ടാം പകുതിയിൽ മാറ്റപ്പെട്ടു. പക്ഷേ എന്നിട്ടും 3-0 RCD മയോർക്ക PSG പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രീ സീസൺ ഫ്രണ്ട്ലിയാണ്, ആ അർത്ഥത്തിൽ എടുക്കേണ്ടതുള്ളൂ. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ലൂയിസ് എൻറിക്കയ്ക്കും സംഘത്തിനും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ട്രാക്കിലാക്കാനുണ്ട്. അതേസമയം ആഴ്സണലാവട്ടെ ബെറ്റിസിനോട് 3-1 പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ആഴ്സണലിലൊരു ആശ്വാസം, ഹിൻകപ്പി ഗോൾ അടിച്ചു എന്നുള്ളതാണ്. 32-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ ഉണ്ടായിരുന്നു. അതേസമയം ബെറ്റിസിന് വേണ്ടി റിക്കോൽമി 9-ാമത്തെ മിനിറ്റിലും നെൽസൺ ഡിയോസ 26-ാമത്തെ മിനിറ്റിലും അതുപോലെ ഫോർനെൽസ് 43-ാമത്തെ മിനിറ്റിലും ഗോൾ അടിക്കുകയുണ്ടായി. ഈ മത്സരത്തിൽ ആഴ്സണലിൻ്റെ ആദ്യ 11-ൽ വിക്ടർ ഗ്യോക്കറസ്, മാക്സ് ദൗമന്, അതുപോലെ ഹാവേർട്സ്, പിന്നെ എൻവനേരി, ലൂയിസ് കെല്ലി, ഹിൻകപ്പി, ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ആദ്യ ലെവലിൽ തന്നെ ഉണ്ടായിരുന്നു. ഗോൾ കീപ്പറായിട്ട് കെപ്പയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും മത്സരം അത്ര പോസിറ്റീവായ രൂപത്തിൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാതെ പോയി. ആഴ്സണലിൽ 3-1 പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. വീണ്ടും പറയുന്നു, പ്രീ സീസൺ ഫ്രണ്ട്ലിയാണ്. ഇതൊക്കെ അടുത്ത സീസണിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമായി ടെസ്റ്റിംഗ് ആയിട്ട് കണ്ടാൽ മതി. എങ്കിൽ പോലും 2 UCL ഫൈനലിസ്റ്റുകളും ഒരുമിച്ച് തോൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.